ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ മമ്പയർ കഞ്ഞിയാണ്. അപ്പോൾ നമുക്ക് മമ്പയർ കഞ്ഞി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനിവിടെ അരനാഴി പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് വെക്കുന്ന അരി, അത് ഗ്ലാസ് കണക്ക് പറയുകയാണെങ്കിൽ ചെറിയ 2 ഗ്ലാസ് ഉണ്ടാകും. പിന്നെ 1/4 ഗ്ലാസ് മമ്പയറും 1/4 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് ഇതൊരു 1 മണിക്കൂർ വരെ ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ധാന്യങ്ങൾ നമ്മൾ കഞ്ഞിയിൽ ചേർക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വൈറ്റമിൻസും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ധാന്യങ്ങൾ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഉലുവ എന്ന് പറയുന്നത് നമുക്ക് അതിലൊരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ദഹനത്തിനടക്കം നമ്മൾ ഒരുപാട് സഹായിക്കും. അരിയും മമ്പയറും ഉലുവയും നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു കുക്കറിലേക്ക് ഇടുകയാണ്. പിന്നെ ഞാൻ അതിലേക്കൊരു 10-12 ചെറിയുള്ളി ആഡ് ചെയ്യാണ്. ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വിസിലടിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 7 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഞ്ഞിയിൽ ചെറിയുള്ളിയും ഉലുവയും മമ്പയറൊക്കെ ഇടുന്നതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, ഒരുപാട് ആരോഗ്യ വശങ്ങൾ ഇതിൻ്റെ പുറത്തുണ്ട്. എന്താ പറയുക, ഉലുവ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ദഹനത്തിന് ഒരുപാട് സഹായിക്കും. പിന്നെ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം, അസിഡിറ്റിൻ്റെ പ്രശ്നമൊക്കെ കുറയ്ക്കാൻ ഉലുവ സഹായിക്കും. അതുപോലെ തന്നെയാണ് ചെറിയുള്ളിയും ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഈ കഞ്ഞി കുടിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കിട്ടും. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു വലിയ വിസിലും ഒരു ചെറിയ വിസിലും അടുപ്പിച്ചെടുത്തതാണ് ഇത്. കാരണം നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചത് കൊണ്ട് അത് പെട്ടെന്ന് വേവായി കിട്ടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി കഞ്ഞിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ചമ്മന്തിൻ്റെ അച്ചാറിനൊന്നും ആവശ്യമില്ല, എങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.